ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ജാനകിയുടെയും അഭിയുടെയും ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ പൊന്നു എവിടെയെന്ന് ആർക്കും അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും പൊന്നു വീട്ടിലേക്ക് പോയി കാണുന്ന എല്ലാവരും വിശ്വസിക്കുന്നു. അഭിയും ജാനകിയും വീട്ടിലേക്ക് പോവുകയാണ്. പൂജ മുടങ്ങിയതായിട്ട് കരുതൊന്നും വേണ്ട എന്ന് പൂജാരി പറയുക. എല്ലാവരും വിളക്ക് കണ്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ. ഇതേ സമയം നമ്മുടെ അപർണയോട് വേലക്കാരി പറഞ്ഞു, അപർണ മോളൊന്നിങ്ങോട്ട് വന്നേ. അപ്പം അപർണ ഈ വേലക്കാരിയായിട്ട് സംസാരിക്കുന്ന അത്ര ശരിയല്ല, അല്ലെങ്കിൽ അങ്ങനെ പന്തികേടാകും, അപർണയ്ക്കൊരു പ്രശ്നത്തിലേക്ക് ഇത് വഴിവെക്കുന്ന അപർണയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ എന്താ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ മോളൊന്നിങ്ങ് വന്നേ എന്നും പറഞ്ഞിട്ട് ഈ നളിനി അങ്ങ് മാറിപ്പോവാണ്. അപർണ പിന്നാലെ ചെല്ലുക. ആ പായസം കുടിച്ചത് പൊന്നുവാ. അപ്പോഴേക്കും അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ നളിനി. അപർണയ്ക്കും അത് ഏകദേശം മനസ്സിലായിരുന്നു. ആ കുട്ടി പായസം കുടിച്ച് മുറിയിൽ എവിടെയെങ്കിലും മയങ്ങിക്കിടക്കുന്നുണ്ടാകും. ഡോസ് കൂടിയിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് എന്താ സംഭവിക്കുമെന്ന് ദൈവത്തിനേ അറിയുള്ളൂ. അത് പെട്ടെന്ന് അപർണ പേടിച്ചു കേട്ടോ. എന്താ ഇത്, നിങ്ങൾ ഉമ്മ പേടിപ്പിക്കല്ലേ. ഈ പറഞ്ഞത് ഇനി നിങ്ങളുടെ നാവിന്ന് പുറത്ത് വന്നേക്കരുത് കേട്ടല്ലോ. പായസം എല്ലാവർക്കും കൊടുത്തത് നിങ്ങളാണെന്ന കാര്യം നിങ്ങൾ മറന്നു കളയണ്ട. ഇതേ സമയം അഭിയും ജാനകിയും അമലും അജയും കൂടെ വീട്ടിലേക്ക് വരികയാണ്. ഓടിപ്പടഞ്ഞാണ് വീട്ടിലേക്ക് വരുന്നത്. മോളെ പൊന്നു എന്ന് വിളിച്ചുകൊണ്ട് ഓരോ സ്ഥലത്തോടെയും ജാനകി ഓടി നടക്കുകയാണ്. അങ്ങനെ ജാനകി കണ്ടു. അഭിയേട്ടാന്ന് പറഞ്ഞിട്ട് വിളിച്ചു കേട്ടോ. കൊച്ചു വീണ് കിടക്കുന്ന കൊച്ചിനെ വാരി എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാം. അവർ താഴേക്ക് വന്നപ്പോഴേക്കും, അതായത് കൊച്ചിനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് താഴെ മുറ്റത്തേക്ക് ഇറങ്ങി വന്നപ്പോഴേക്കും ഇവർ വന്നിട്ടുണ്ട്. ബാക്കി എല്ലാവരും പൂജ കഴിഞ്ഞിട്ട് അവർ വന്നിട്ടുണ്ട്. എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അറിയില്ല, പേടിച്ചിട്ടായിരിക്കും, ചിലപ്പോൾ ആരും കാണാതെ പേടിച്ചിട്ടായിരിക്കും കൊച്ചു വീണത്, എന്തായാലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം എന്നും പറഞ്ഞിട്ട് ഇവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. വീട്ടിലുള്ള എല്ലാവരും പേടിച്ചിരിക്കുകയാണ്. ജാനകിയും അഭിയും അമലും അജയും കൂടെയാണ് പോകുന്നത്. ആരെയും കാണാതായപ്പോൾ മോള് പേടിച്ച് പോയതാണെങ്കിൽ ഇങ്ങനൊരവസ്ഥയിലെത്തുമോ എന്ന് അവിടുത്തെ അഭിയുടെ അമ്മ ഇങ്ങനെ ചോദിക്കുക. അപ്പം അമൃത പറഞ്ഞു, ശരിയാ, ഒറ്റയ്ക്കായപ്പോൾ പേടിച്ച് കരഞ്ഞ് തളർന്നതിൻ്റെ ലക്ഷണം അല്ലല്ലോ അവളിൽ കാണുന്നത്. അവൾ കൊച്ചു എങ്ങനെയാണ് ബോധം കിട്ടി പോയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, ഓരോ കഥകളുണ്ടാക്കിക്കോ, പേടിച്ച് പറിച്ച് ബോധം പോയതായിരിക്കും, ഓരോരുത്തരുടെ പിടിപ്പുകേട് കൊണ്ട് ചടങ്ങ് മുടങ്ങി, മോളിങ്ങ് വന്നേ എന്നും പറഞ്ഞ് അപർണയെ വിളിച്ചുകൊണ്ട് മുത്തശ്ശി അങ്ങ് പോവുക. അപ്പോൾ അമൃത പറഞ്ഞു, എല്ലാവരും അമ്പലത്തേക്ക് പോകുമ്പോൾ പൊന്നു റൂമിൽ പോയി കളിക്കുന്ന ആരെങ്കിലും കരുതിയോ? അപ്പോഴേക്കും അഭിയുടെ അമ്മ പറഞ്ഞു, എല്ലാവരും ഒരുങ്ങി ഇറങ്ങുമ്പോൾ ഞാനും വരുന്നു എന്ന് പറഞ്ഞ് അവൾ പലവട്ടം ഒരുങ്ങി ഇറങ്ങുന്നതല്ലേ, അതല്ലേ അവൾ ജാനിയെടുത്ത് ഒപ്പം പോയതായിരിക്കുന്നു നമ്മൾ വിശ്വസിച്ചത്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം, കുഞ്ഞിനൊരു ആപത്തും വരാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥനയോടെ ഇങ്ങനെ നിൽക്കുകയാണ് ഇവിടെ എല്ലാവരും. ഇതേ സമയം ശരണ്യ ഉണ്ടല്ലോ, ശരണ്യ ആ ഒരു റൂമിലേക്ക് കയറി ചെന്നു, പൊന്നുവിൻ്റെ റൂമിലേക്ക് കയറി ചെന്നു. ആ റൂമിലേക്ക് കയറി ചെന്നിട്ട് ഒന്ന് പരിശോധിക്കുകയാണ്. അപ്പോഴേക്കും അവിടെ പായസ ഗ്ലാസ് ഇങ്ങനെ മറിഞ്ഞ് കിടക്കുന്നത് കണ്ടു. പക്ഷേ പൊന്നു കഴിച്ച പായസത്തിൽ എന്തെങ്കിലും വിഷാംശം കലർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി ഈ പായസത്തിൽ കാണും, കൊച്ചു കഴിച്ച് ഈ പായസത്തിൽ ഉണ്ടാകും എന്നും പറഞ്ഞ് ശരണ്യ ഗ്ലാസും ബാക്കിയുള്ള പായസം എടുത്തു കേട്ടോ. ഇതേ സമയം നളിനി പതുക്കെ മുകളിലേക്ക് കയറി വരുന്നുണ്ട്, പമ്മി. എന്തായാലും നളിനി പതുക്കെ അങ്ങോട്ടേക്ക് വന്നപ്പോൾ ശരണ്യ അതിനകത്ത് നിൽക്കണ കണ്ടിട്ട് നളിനി പെട്ടെന്ന് ഒളിക്കുക. ഇത് ശരണ്യെ കണ്ടു. അതുകൊണ്ട് തന്നെ ആ പായസത്തിൻ്റെ ഒരു ഗ്ലാസ് മറച്ചു പിടിച്ചുകൊണ്ടാണ് ശരണ്യ ഇറങ്ങിപ്പോരുന്നത്. എന്തിനായിരിക്കാം നളിനി ചേച്ചി എന്നെ കണ്ട് ഒളിച്ചത്? അതിൻ്റെ ആവശ്യം എന്താ? എന്തോ കള്ളക്കളി ഇതിനിടയ്ക്ക് നടന്നിട്ടുണ്ട് എന്ന് ശരണ്യ ഉറപ്പിക്കുകയാണ് കേട്ടോ. എന്തായാലും പായസത്തിൻ്റെ മിച്ചം അവളുടെ കയ്യിലുണ്ട്. ഇതേ സമയം നളിനി ഓടി അപർണയ്ക്കരികിലേക്ക് ചെന്നിട്ട്, ചതിച്ചു മോളെ, ആ കുഞ്ഞ് തന്നെ ആ പായസം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ ശരണ്യ പതുക്കെ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ, ബാക്കി ഇനി എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്നറിയാനായിരിക്കും വരുന്നത്. നിങ്ങൾ കാണിച്ച അശ്രദ്ധ കൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത് എന്ന് അപർണ ചോദിക്കുക. മോളെ, ഞാൻ മരുന്ന് കലർത്തിയ ഗ്ലാസ് നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടല്ലേ ഞാൻ പോയത്, നിങ്ങളതെടുത്ത് കൊടുക്കണ്ടായിരുന്നോ? അപ്പോഴേക്കും ശരണ്യ ഈ സംസാരമൊക്കെ കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നേ. ശരണ്യ മറിഞ്ഞ് നിന്നതൊക്കെ കേൾക്കുകയാണ്. അത് സൗകര്യപൂർവ്വം മാറ്റി വെക്കാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ. എന്തു മരുന്നാ മോളെ അതിൽ കലർത്തിയത്? വിഷം വല്ലതുമാണോ? അയ്യോ, അതിനകത്ത് സ്ലീപ്പിംഗ് പിൽസ് മാത്രമാണ് കലർത്തിയിരിക്കുന്നത്, ഉറക്ക ഗുളിക മാത്രമാണ് ഞാൻ അതിനകത്ത് കലർത്തിയിരിക്കുന്നത്. മുതിർന്നവർ കഴിച്ചാൽ ഉറങ്ങിപ്പോകുന്നല്ലാതെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇത് കഴിച്ചിരിക്കുന്നത് കുഞ്ഞല്ലേ, കുഞ്ഞിൻ്റെ കാര്യത്തിൽ എന്ത് സംഭവിക്കുന്നു എനിക്ക് പറയാനാവില്ല. ശരണ്യ ആകെ പേടിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. കുഞ്ഞ് ബോധം കെട്ട് ഉറങ്ങിയതല്ലേ കുറേ നേരം, ദൈവമേ പൊന്നിനൊരാപത്തും വരാതെ നോക്കണേ എന്ന് അപർണയും പ്രാർത്ഥിക്കുക. അപ്പോഴേക്കും മോളെ കഴിച്ചത് ഉറക്ക ഗുളികയാണെന്ന് നമുക്ക് ആരോടെങ്കിലും പറയാൻ പറ്റുമോ?
ഉള്ളി പോയത് എന്താണെന്ന് അറിഞ്ഞെങ്കിൽ അതിനുള്ള പ്രതിവിധി ഡോക്ടേഴ്സിന് ചെയ്യാൻ പറ്റൂലോ. ഇതിപ്പോൾ എങ്ങനെയാ പറയുക? ഒന്നും പറയാനും പറ്റില്ലല്ലോ. കുഞ്ഞിനെ രക്ഷിക്കാനും കഴിയാത്ത അവസ്ഥയല്ലേ. എന്തായാലും ഒന്നും ആരും അറിയാൻ പാടില്ല, ഒന്നിനു വേണ്ടിയും തുറന്നു പറയാൻ പാടില്ല എന്ന് അപർണ പറഞ്ഞു. എന്തായാലും ശരണ്യ തീരുമാനിച്ചു കാര്യങ്ങളൊക്കെ എന്തായാലും ഡോക്ടേഴ്സിനെ അറിയിക്കണം. അപർണ പറഞ്ഞു, ഞാൻ ആരെയും കൊലപ്പെടുത്തണമെന്ന് കരുതി ചെയ്തൊന്നും അല്ലല്ലോ, ജാനകിക്ക് പകരം എനിക്ക് വിളക്കെടുക്കാൻ വേണ്ടി ചെയ്തതല്ലേ. ഇതൊക്കെ ശരണ്യ നിന്ന് കേൾക്കണുണ്ട് കേട്ടോ. ജാനകി കഴിക്കേണ്ട പായസം പൊന്നു എടുത്ത് കഴിച്ചാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ എന്ത് ചെയ്യാനാ എന്ന് ചോദിച്ചു. അപർണ കൈ മലർത്തി. എന്ത് ചെയ്യാൻ പറ്റും? നളിനി പേടിച്ചു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ശരണ്യയ്ക്ക് പൂർണ്ണമായിട്ടും ബോധ്യമായി. ഇതേസമയം കൊച്ചു ഹോസ്പിറ്റലാണ്, ഐസിയുവിനുള്ളിലാണ് ചികിത്സയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പുറത്ത് അഭി നിപ്പുണ്ട്, ജാനകി നിപ്പുണ്ട്. ജാനകിയാണ് കരച്ചിലും പറച്ചിലും ഒക്കെ തന്നെയാണ്. അജയ് ഉണ്ട് കേട്ടോ. ആ സമയത്താണ് നമ്മുടെ നിരഞ്ജന അമ്മയും കൂടെ ഡിസ്ചാർജായി അങ്ങോട്ടേക്ക് പാസ് ചെയ്ത് പോകുന്ന വഴിക്കാണ് ഇവരെ കാണുന്നത്. അജയ് എന്ന് വിളിച്ചുകൊണ്ട് നിരഞ്ജന പെട്ടെന്ന് വന്നു. എന്താ എല്ലാവരും ഇവിടെ നിൽക്കുന്നത്? എന്താ പറ്റിയേ? അജയ് അജയ് എന്താ പറ്റിയേ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അജയ് ഒന്നും മിണ്ടാതെ നിൽക്കുക. ഏട്ടത്തി ഐസിയുവിൽ ആരാ ഉള്ളേ? എന്താ സംഭവിച്ചത്? ആരും ഒന്നും മിണ്ടുന്നില്ല. ജാനകി നിന്ന് കരച്ചില്ല. അപ്പോൾ ഉണ്ണിത്താൻ കണ്ടു ഇവർ ഇങ്ങനെ നിൽക്കുന്നതും നിരഞ്ജന പോയി സംസാരിക്കുന്നതും ഒക്കെ. എന്താരും ഒന്നും മിണ്ടാത്ത, എന്തെങ്കിലും ഒന്ന് പറ നിരഞ്ജന, നീ ഇവിടെ നിന്ന് പോ പ്ലീസ് എന്നാണ് അജയ് പറയുന്നത്. അപ്പോഴേക്കും നമ്മുടെ ഉണ്ണിത്താൻ വന്നിട്ട്, നിരഞ്ജന ഇവളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ നീ ആരാ? ഇവരുമായിട്ട് നിനക്ക് എന്ത് ബന്ധമുള്ളത്? ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് എന്നും പറഞ്ഞിട്ട് നിരഞ്ജനയെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാട്ടോ. ഈ വിവരം എത്രയും വേഗം ജാനിയടത്തിയെ വിളിച്ച് പറഞ്ഞേ പറ്റൂ. ഞാനിത് പറഞ്ഞ അപർണ ഈ വീട്ടിൽ നിന്ന് പുറത്താവും. അതിന് കാരണക്കാരി ഞാനും ആവൂലേ? ഇപ്പം തന്നെ അപർണയുടെ കണ്ണിലെ കരടാ ഞാൻ. ശരണേട്ടന് വിളിച്ച് പറഞ്ഞാൽ മിണ്ടിപ്പോവരുത് എന്ന് പറയും. പൊന്നു രക്ഷപ്പെടുകയും വേണമല്ലോ, എന്താ ചെയ്യുക? ഇതേ സമയം നളിനി ഭയങ്കര പേടിയിൽ. അപർണ മോളെ നമ്മളിനി എന്ത് ചെയ്യും? കുഞ്ഞിനെന്തെങ്കിലും പറ്റിപ്പോയാൽ പോലീസ് അന്വേഷണം ഉണ്ടാവില്ലേ? ആദ്യം ചോദ്യം ചെയ്യുന്നത് എന്നെ ആയിരിക്കില്ലേ? എന്നെ ചോദ്യം ചെയ്യൂലേ ഈശ്വര, ഞാനിനി എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് പേടിച്ച് പോലീസ് ചോദ്യം ചെയ്ത് അവരുടെ മുന്നിൽ പിടിച്ച് നിൽക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞു എന്ന് വരില്ല. ഞാൻ പറഞ്ഞു പോകും. എന്ത് വന്നാലും സ്വയം അങ്ങോട്ട് ഏറ്റോണം. എൻ്റെ പേര് പറഞ്ഞേക്കരുത്, കേട്ടല്ലോ? എന്നെയും കൂടി ഇതിൽ ഉൾപ്പെടുത്താൻ നോക്കിയാൽ നിങ്ങൾ രക്ഷപ്പെടില്ല. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. അതല്ല, നിങ്ങൾ മാത്രമാണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ഇറക്കും. ഞാൻ എന്ത് ചെയ്തു എന്നാണ് മോള് പറയുന്നത്? മരുന്ന് പായസത്തിൽ കലർത്തിയത് മോളല്ലേ? എന്നോട് ഇത് ജാനകിക്ക് കൊടുക്കാൻ വേണ്ടിയല്ലേ മോള് പറഞ്ഞത്? ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നും പറഞ്ഞിട്ട് നളിനി കൈ കഴുകുക കേട്ടോ. അതെടുത്തോണ്ട് പോയതൊന്നും എൻ്റെ തെറ്റല്ല. അപ്പോൾ ഒരു അന്വേഷണം വന്നാൽ എനിക്കിതിൽ ഉൾപ്പെടാതെ രക്ഷപ്പെടുകയാണ് വേണ്ടത്. ഞാൻ ഈ വീട്ടിലേക്ക് വന്ന് കയറിയത് ജയിലഴി എണ്ണാൻ വേണ്ടിയിട്ടല്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഈ വീട് എൻ്റെ കാൽ കീഴിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എനിക്ക് ശരീരം വരച്ചിട്ട് നിൽക്കാൻ പറ്റുന്നില്ല മോളെ, ഞാൻ എന്താ ചെയ്യുക? എന്തായാലും പൊന്നു കഴിച്ച ഗ്ലാസ്സിൽ മാത്രമേ മയക്കുമരുന്നിൻ്റെ തെളിവുകളുള്ളൂ. ആ ഗ്ലാസ് എവിടെ? ബാക്കി വന്ന പായസം ഇവിടെ തന്നെ ഇല്ലേ? എന്തായാലും പായസം കുടിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലയെന്ന്. എന്തായാലും പൊന്നു കുടിച്ച പായസ ഗ്ലാസ് എത്രയും വേഗം ഗ്ലാസ് നശിപ്പിച്ചേരെ. പകരം മറ്റൊരു ഗ്ലാസ്സിൽ കുറച്ച് പായസം അവിടെ കൊണ്ട് വെക്കണം. രക്ഷപ്പെടാനായിട്ട് ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ചെല്ല. പക്ഷേ മോളിത് പറയാതെ തന്നെ പൊന്നു പായസം കുടിച്ച ഗ്ലാസ് എടുക്കാനായിട്ട് ഞാൻ ആ റൂമിൽ പോയതാ. പക്ഷേ ആ ഗ്ലാസ് അവിടെ എങ്ങും കണ്ടില്ല മോളെ. അത് കേട്ട് അപർണ ഞെട്ടിയിട്ടോ. പിന്നെ ചരണി അതിനകത്തേക്ക് കയറിപ്പോയിരുന്നു. അവൾ തിരിച്ചു വന്നപ്പോൾ എന്തോ മറച്ചു പിടിച്ച അവൾ ഇറങ്ങിപ്പോയത്. ഞാൻ ചെല്ലുന്നതിന് മുമ്പ് അവൾ അതിനകത്ത് കയറിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഗ്ലാസ് അവളുടെ കൈ കാണും എന്ന് നളിനി പറഞ്ഞപ്പോഴേക്കും അപർണ, മൈ ഗോഡ്, കല്യാണ ദിവസം അജയ്ക്കൊപ്പം നിന്ന് എല്ലാ നാടകങ്ങളും കളിച്ചത് ശരണ്യ തന്നെയാണ്. അവൾ തന്നെയാണ്. ഇനി ആ ഗ്ലാസ് അവളുടെ കയ്യിലാണ് കിട്ടിയതെങ്കിൽ അവൾ വെറുതെ ഇരിക്കില്ല. അവളെ ഞാൻ വെറുതെ വിടില്ല ഞാൻ അവളെ. എന്തായാലും നമ്മുടെ ശരണ്യ ഈ ജാനകിയെ വിളിച്ച് കാര്യം പറയാനായിട്ട് തുടങ്ങുകയാണ്. ആ സമയത്ത് ഫോൺ വന്നിട്ട് അപർണ അങ്ങ് തട്ടിപ്പറിച്ച് മേടിച്ചിട്ട് ചോദിച്ചു, നീ വെറുതെ ഇവിടെ നിന്ന് ചുറ്റിപ്പറ്റി നിൽക്കുന്ന അല്ല എന്നൊക്കെ എനിക്കറിയാം. എന്താണ് നിൻ്റെ ലക്ഷ്യം? ആരാണ്? അജയോ അമലോ? ആരാണ് നിൻ്റെ ലക്ഷ്യം? അപ്പം എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ല, അജയ് ആയിട്ട് എൻ്റെ കല്യാണം മുടങ്ങാനായിട്ട് കൂട്ടുനിന്നത് നീയായിരുന്നു. അത് പക്ഷേ അജയെ ഉന്നവച്ചല്ലായിരുന്നു എന്ന് എനിക്കറിയാം. ശരിക്കും നിൻ്റെ കണ്ണ് അമലല്ലേ? അതിനല്ലേ നീ ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്? അപർണ അനാവശ്യം പറയരുത്. നിർത്തടി. നിനക്കെന്തും കാണിക്കാം, എനിക്ക് പറ്റില്ല അല്ലേ? പൊന്നു കഴിച്ച ആ പായസ ഗ്ലാസ് നീ എന്തു ചെയ്തു? പറ. നിനക്കത് നശിപ്പിച്ച് കളയാൻ സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ റൂമിൽ തന്നെ ആ ഗ്ലാസ് ഉണ്ടാവും അല്ലേ? ഞാൻ പോലീസിനെ വിളിക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴേക്കും, വിളിക്കുക, ഞാനല്ല, നീയാ കുടുങ്ങാൻ പോകുന്നത്. പായസത്തിൽ സ്ലീപ്പിംഗ് പിൽസ് കലർത്തിയത് നീയാ. അപ്പോഴേക്കും അപർണ ചിരിക്കുക കേട്ടോ. പിന്നെ 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 ഇത് തന്നെയാണ് എനിക്ക് കേൾക്കേണ്ടിയിരുന്നത്.
പൊന്നു കഴിച്ച പായസ ഗ്ലാസ്സിൽ ഞാൻ സ്ലീപ്പിംഗ് പിൽസ് കലർത്തിയെന്ന് നിനക്ക് വരുത്തി തീർക്കണം. അതല്ലേ നിൻ്റെ ലക്ഷ്യം? അങ്ങനെ എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം, എന്നിട്ട് അമലിൻ്റെ ജീവിതത്തിലേക്ക് കയറണം. മിടുക്കി അടി നീ മിടുക്കി എന്നൊക്കെ അപർണ പറയുക കേട്ടോ. കൊച്ചുകുട്ടിയോട് ഇങ്ങനെ ഒരു കൊടും ക്രൂരത ചെയ്താൽ ആര് സഹിക്കും? പൊള്ളാടി കൊള്ളാം, നിനക്ക് അമലിനെ കെട്ടാൻ എളുപ്പ വഴിയായില്ലേ? ഈശ്വര, നീ എന്തൊക്കെയായി പറയുന്നത്? പുറം ലോകം അറിയാൻ പോകുന്ന കാര്യങ്ങളാടി ഞാൻ പറഞ്ഞത്. ഇതായിരിക്കും പുറം ലോകം അറിയാൻ പോകുന്ന സത്യം. നീ അമലിനെ സ്നേഹിച്ചിരുന്നു, അതിനു വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തത്. എല്ലാം എനിക്കറിയാം. ജാനയെടുത്ത് വിളക്കെടുക്കാതിരിക്കാനല്ലേ നീ ഇതൊക്കെ ചെയ്തത്? പിന്നെ ഒരു വിളക്കെടുത്തിട്ട് അപർണ എന്ത് സായുജ്യമാണ് നേടുന്നത്? എനിക്കെന്താ സ്വർഗം കിട്ടുമോ? അയ്യോ, പിന്നെ അതിനേക്കാളും എരിവും പുളിയുള്ള കഥയല്ലേ ജനങ്ങൾ വിശ്വസിക്കുള്ളൂ. ഭർത്താവിനോട് വഴക്കടിച്ച് അമൃത വന്ന് നിൽക്കുന്ന വീട്ടിൽ നീ എന്തിനാ കടിച്ചു തൂങ്ങി കിടക്കുന്നത്? നിൻ്റെ ഏട്ടനില്ലാത്ത എന്ത് വിലയാടി നിനക്ക് ഈ വീട്ടിലുള്ളത് എന്നൊക്കെ അപർണ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശരണയ്ക്ക് ഉത്തരവില്ല കേട്ടോ. നിന്നെ ഞാനിതിൽ കൊടുക്കും, നോക്കിക്കോ. ഒറ്റ ചോദ്യം മതി നിൻ്റെ നാവടക്കാനായിട്ട്. ആരുടെയും കണ്ണിൽ പെടാതെ എന്തിന് പൊന്നു കഴിച്ച ഗ്ലാസ് എടുത്ത് നീ നിൻ്റെ റൂമിൽ ഒളിപ്പിച്ചു വെച്ചു? നീ പറ. എന്തായാലും ശരണയമൊക്കെ മനസ്സിലായി പെട്ടുപോകുമെന്ന്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു അഗെയിൻ. താങ്ക് യു.